ചെയ്യട്ടെ എന്നൊക്കെ വിചാരിക്കുമല്ലോ. അത് പേഴ്സണലായിട്ട് എല്ലാവരും അത് അയച്ചു കൊടുക്കണേന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഒരുപാട് പേരുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒരു വലിയ ഒരു ഇതായിട്ട് തീരുമല്ലോ. നിങ്ങളത് ചോദിക്കുക, സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫോം ചെയ്യുക ഒന്നുകൂടി. നല്ല ഒപ്പീനിയനും മോശമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാ പറയുക. നിങ്ങളുടെ സജഷൻസിനും ഒപ്പീനിയൻസിനും വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുക. നിങ്ങൾക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മളെ അറിയിക്കണമെങ്കിൽ ഓരോരുത്തരും അവരവരുടേതായ കാര്യങ്ങൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തിയിട്ട് അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് എടുത്ത ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിയിക്കുക. അല്ലാതെ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, വട്ടവർ നിങ്ങളത് ഇൻഫോം ചെയ്യുന്ന രീതിയിൽ എവിടെയാണോ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യേണ്ടത് ആ പ്ലാറ്റ്ഫോമിലേക്ക് അത് അറിയിക്കുക. അങ്ങനെ ഒരു സജഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ എല്ലാവരും ക്ലാസ് കാണും. ഓക്കെ, ദേ ക്യാൻ ഫോളോ. അവർക്കത് മനസ്സിലാവുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നായിരിക്കും നമ്മളുടെ അല്ലെങ്കിൽ വിചാരം. നമ്മുടെ മാത്രമല്ല, നമ്മളല്ല, മീൻസ് ഇത് മാനേജ്മെന്റിന്റെ വിചാരം. അപ്പൊ ഇഫ് യു ഹാവ് എനി സച്ച് സജഷൻസ്, ഒപ്പീനിയൻസ്, എന്ത് തന്നെ ആയാലും, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അത് എന്താന്ന് വെച്ചാൽ നിങ്ങളത് അറിയിക്കും. ഓക്കെ, അത് ഇന്ന് നമുക്ക് എന്തായാലും ഈ ഒരു ക്ലാസ് നമ്മളിപ്പോ ഇവിടെ എന്തായാലും ക്ലാസ് എടുക്കണ്ടേ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടേതായ തീരുമാനങ്ങൾ അറിയിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമുക്ക് എന്ത് കാര്യവും ഓപ്പൺ ആയിട്ട് പറയാലോ. ഇന്ന് നമുക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് അല്ലെ. സോ നിങ്ങളത് ചെയ്യുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ, ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഇത്രയും ഈ 2 ക്ലാസ് ആണ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നമ്മൾ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. നിങ്ങളുടെ ഈ ഒരു കാര്യം പരിഗണിച്ചിട്ടാണ് കുറച്ച് എടുത്തു പോകുന്നത്. അതായത് നിങ്ങളുടെ പഠിക്കാൻ ഒത്തിരി ഉണ്ട്, നിങ്ങൾക്ക് എക്സാം കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്റ്റഡി ലീവിന്റെ സമയമായതുകൊണ്ട് കുറച്ച് നമ്മൾ എടുക്കുന്നുള്ളൂ. 1.5 പേജോ അല്ലെങ്കിൽ 2 pages മാക്സിമം അത്രേ നമ്മൾ എടുത്തിരുന്നുള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ എന്താ പറഞ്ഞേ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. സൗണ്ട് മ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ, സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ചില ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഡിപ്ലോമ ക്ലാസ്സസിൽ പഠിച്ചു കഴിഞ്ഞവരുണ്ട് ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഒരു വർക്ക് ഫോഴ്സ്, human resource, that means the set of people who are working in an organization. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ പോലെയുള്ള ഇത്രയും വലിയ ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് വർക്ക് ഫോഴ്സ് ആണ് അല്ലെ, ഒരു ആളുകൾ. അപ്പൊ അവര് അതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു ഇക്കോണമി ആയിക്കോട്ടെ, ഒരു ബിസിനസ് സെക്ടർ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, അവിടെ ഇതിനെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഏത് മാനേജ്മെന്റും ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ആ ഒരു സംഭവം കംപ്ലീറ്റ് ആകണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് പർട്ടിക്കുലർ അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു മാനേജ്മെന്റ് ആണ് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചും അതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മാനുവൽ ഉണ്ട്, അതിനെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് വിളിക്കും. ഹ്യൂമൻ റിസോഴ്സിന്റെ മാനുവലിൽ ഉൾപ്പെടുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്തൊക്കെയാണെന്ന് ഓരോ പോയിന്റ് വൈസ് ഒക്കെ. ഓക്കെ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ബേസിസിലാണ് പല കാര്യങ്ങളും ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു മാൻ പവർ ഒന്നിലധികം എത്രയോ ആളുകളാണ് ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ബിഗ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവരെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത്ര ഈസി അല്ലാത്ത ടാസ്ക് ആണെങ്കിൽ അതൊരു അടുക്കും ചിട്ടയുമായിട്ട് അല്ലെ, വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് രീതിയിലേക്കാണ് പോകട്ടെ. അപ്പൊ ചിലപ്പോൾ അവിടെ ചില കാര്യങ്ങൾക്ക് നിയമങ്ങൾ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. പല കാര്യങ്ങളും ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസ്, എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരേ രീതിയിൽ ആകുന്ന രീതിയിൽ വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം, ഒരു വിവേചനവും കൂടാതെ ഒരാളോട് ഒരു രീതി മറ്റൊരാളോട് മറ്റൊരു രീതി അങ്ങനെയൊന്നുമില്ലാതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്ത് ടു മാനേജ് ഇവരെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്ര അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിനൊരു പ്രത്യേക അജണ്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു മാനുവൽ ഉണ്ട്. ആ മാനുവൽസ് അനുസരിച്ചിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. അങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് കൂടി മാനേജ് ചെയ്യുമ്പോഴാണ് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ
അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുള്ളൂ, അല്ലെങ്കിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് കൺട്രോൾ വരുന്നത് അപ്പോൾ മാത്രമാണ്. അപ്പൊ അതെന്തൊക്കെയാണ് നമ്മൾ ആ ഒരു മാനുവല് കണ്ടു കഴിഞ്ഞു. അതുപോലെ എന്താ പറയാ, ഈക്വൽ മാനേജ്മെന്റ് ആണ്, എല്ലാവർക്കും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. സ്റ്റാഫിന്റെ ഗ്രീവിയൻസസ്, ദാറ്റ് മീൻസ് ദ കംപ്ലൈൻസ്, ഗ്രൂപ്പ് കംപ്ലൈന്റിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. ഇപ്പൊ നിങ്ങൾ റേസ് ചെയ്ത പോലത്തെ ഒരു കംപ്ലൈന്റ് അല്ലെ, എല്ലാവരും കൂടി ഒരുമിച്ച് ഇപ്പൊ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ കംപ്ലൈന്റ്സ് ഓർ എനി അതർ സജഷൻസ്, എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അത് റേസ് ചെയ്യുമ്പോൾ അത് ഒരു റിട്ടേൺ ഒരു എന്താ പറയാ ഒരു ഡോക്യുമെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ഗ്രീവിയൻസ്. അത് അവരുടെ ഗ്രീവിയൻസ് ആണ്. അപ്പൊ ആ ഗ്രീവിയൻസുകള്, അവരുടെ വെൽഫെയർ, ഇതെല്ലാം മാനേജ് ചെയ്യുക. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് ദ ഹ്യൂമൻ റിസോഴ്സ് ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ വർക്ക് ആൻഡ് ഓൾസോ ദ സർക്കംസ്റ്റാൻസസ് ഓർ ദ കണ്ടീഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാര് അവർ ഏത് രീതിയിലും സാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റ്, അവരുടെ വർക്കിംഗ് ഫെസിലിറ്റീസ്, എന്തൊക്കെ സൗകര്യങ്ങൾ അവർക്ക് അവിടെ ഉണ്ട്, ഇതെല്ലാം തന്നെ അവർക്ക് എന്താ പറയാ, ഇതിലെല്ലാം അവർ സാറ്റിസ്ഫൈഡ് ആണെന്ന് വരുത്തി തീർക്കുക അല്ലെങ്കിൽ എൻഷുർ ചെയ്യുക. അതൊക്കെ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ മേക്ക്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഡെക്കോറം ഓഫ് ദ ഹോസ്പിറ്റൽ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ, ഇതെല്ലാം ഹോസ്പിറ്റലിന്റെ എന്ത് വർദ്ധിപ്പിക്കും, ആ ഒരു ഹോസ്പിറ്റലിന്റെ മാറ്റുകൂട്ടുക എന്ന് പറയും. ഡെക്കോറം മീൻസ് അലങ്കാരം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഹോസ്പിറ്റൽസിന്റെ മാറ്റുകൂട്ടുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ ചെയ്ത് ഹ്യൂമൻ റിസോഴ്സുകളെയൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അതിന്റെ ഓഡിറ്റിങ്, അതിന്റെ റിക്വയർമെന്റുകൾ അല്ലെ, എല്ലാം ഈ റിക്വയർമെന്റുകൾ എത്ര ഹ്യൂമൻ റിസോഴ്സുകൾ വേണം, എത്ര ആളുകൾ വേണം ഓരോ ഡിപ്പാർട്ട്മെന്റിൽ, വേക്കൻസി, എവിടേക്കാണ് വേക്കൻസി ഉള്ളത്, അതൊക്കെ കണ്ടെത്താം. അതൊക്കെ നമ്മൾ ഇനി പറയാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ വേക്കൻസികൾ കണ്ടെത്തി ഇവിടെയൊക്കെ കൊണ്ടുവന്ന് റിക്രൂട്ട്മെന്റ് നടത്തി, ഇന്റർവ്യൂ നടത്തി, എന്താ പറയാ ജോലിക്കാരെ കൊണ്ടുവന്ന് ജോലി കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ല. അവരുടെ പെർഫോമൻസുകൾ അപ്രൈസ് ചെയ്യുക, അപ്രൈസൽ ഓഫ് ദെയർ പെർഫോമൻസ് അപ്രൈസൽ, എത്രത്തോളം ഹൗ വെൽ ദേ ആർ ഡൂയിങ്, ഹൗ എഫിഷ്യന്റ്ലി ദേ ആർ ഡൂയിങ് ദെയർ വർക്ക്, എത്ര മനോഹരമായി എത്ര എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നും കൂടി എൻഷുർ ചെയ്യണം. അതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഗിവ് ഹാവ് ടു ബി മോട്ടിവേറ്റഡ്, ട്രെയിൻഡ്, വേണ്ട സമയങ്ങളിൽ മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യണം, വേണ്ട സമയത്ത് നല്ല രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഉള്ള എംപ്ലോയീസിനെ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെ, നിലനിർത്താൻ, റിട്ടൈൻ ചെയ്യാനായിട്ട് പറ്റണം. അതായത് ഇന്ന് ജോലിക്ക് വന്നു, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ജോലി ചെയ്തു, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി, ആ ഒരു സ്ഥിതിഗതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മൈൻഡിലേക്ക്, മെന്റൽ സ്ട്രെസ്സിലേക്ക് ജോലിക്കാരെ ആക്കാൻ പാടില്ല. കാരണം അങ്ങനെ എപ്പോഴാണ് നമ്മൾ ചിന്തിച്ചു പോകുക, ബിക്കോസ് വി കനോട്ട് അഫോർഡ്, അല്ലെങ്കിൽ അവിടുത്തെ സർക്കംസ്റ്റൻസിനോട് നമുക്ക് യോജിച്ചു പോകാൻ, നമുക്കത് എന്താ പറയാ, നമുക്ക് പറ്റാത്ത കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ അവിടെ ഇട്ടിട്ട് പോകണമെന്ന് വിചാരിക്കുക അല്ലെ. പക്ഷെ അങ്ങനെ ഒരു ഇതില്ലാതെ ആളുകളെല്ലാം നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ, വരുന്ന ജോലിക്കാരെ എത്രയും കാലം ഉണ്ടെങ്കിലും അവിടെ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ തന്നെ നിൽക്കുന്നവരാക്കി മാറ്റണം അല്ലെ. അതാണ് ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് കംപ്ലീറ്റ് ആകുന്നത് എന്നാണ് പറയുക. അപ്പൊ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞതാണ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി വിച്ച് ആർ ദ ഫേസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സസിന്റെ പ്രധാനപ്പെട്ട ഫേസ് ആണ് PHASES ആണ്, FACES അല്ല. ഇതിവിടെ ഘട്ടങ്ങളാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്നതിന്റെ ആ പ്രധാനപ്പെട്ട ഘട്ടങ്ങളെ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 4, 4ആയിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. അതായത് പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ്, റിക്രൂട്ട്മെന്റ് ഫേസ്, ദെൻ പോസ്റ്റ് റിക്രൂട്ട്മെന്റ് ആൻഡ് ഓൾസോ പോസ്റ്റ് എക്സിറ്റ്. ഇങ്ങനെ 4 രീതിയിൽ 4 ഘട്ടങ്ങളായിട്ടാണ് ഹ്യൂമൻ റിസോഴ്സസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്നതിന് എന്താ പറയാ, ഏതെങ്കിലും ഒരു പ്രത്യേക ഒരേ രീതിയിൽ തന്നെ എല്ലാ ഘട്ടങ്ങളെയും ഒരേ രീതിയിൽ കാണാൻ പറ്റില്ല. അപ്പൊ റിക്രൂട്ട്മെന്റിന് മുമ്പുള്ളത്, റിക്രൂട്ട്മെന്റിന് ശേഷമുള്ളത്, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന്റെ സമയത്തുള്ളത്, പോസ്റ്റ് എക്സിസ്റ്റ്, അതായത് പുറത്തേക്ക് പോകുന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പല രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ 4 രീതിയിൽ ഇതിനെ 4 ഫേസസ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് ലെറ്റ് us see each and every one, ഓരോന്നോരോന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. പ്രീ റിക്രൂട്ട്മെന്റ് ആണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഘട്ടങ്ങളില്, അതിനെ മാനേജ് ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടമാണ് പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പുതിയതായിട്ടുള്ള വേക്കൻസി വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകളെ നിയമിക്കുക. അപ്പൊ എന്തായിരിക്കും പ്രീ റിക്രൂട്ട്മെന്റ്?
റിക്രൂട്ട്മെന്റിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്ത് മാനേജ്മെന്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോ പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ്, ആ ഒരു പ്രോസസ് ഇനീഷ്യലി സ്റ്റാർട്ടിങ് വെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഓർ ആൻ അഡ്മിനിസ്ട്രേറ്റർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിക്കോട്ടെ, അത് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. വെൻ ദേ ആർ ഇന്റിമേറ്റഡ് ബൈ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളും അവരെ ഇന്റിമേറ്റ് ചെയ്യും. ആരെ? ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. ഞാനൊരു ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് വിചാരിക്കാം. ദർ ആർ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിനകത്തുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ എന്താ പറയാ ഇന്ന വേക്കൻസീസ് ഉണ്ട്. സോ they have to inform me about it. അവരെന്നെ അറിയിക്കണം, ഇന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര ഒരു എംപ്ലോയിയുടെ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു നേഴ്സിന്റെ കുറവുണ്ട്, അവിടെ ഒരാളെ എന്തായാലും നമ്മൾ അപ്പോയിന്റ് ചെയ്തേ പറ്റൂ, അല്ലാതെ നിവൃത്തിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ എന്നും പോയിട്ട് അന്വേഷിക്കാനായിട്ട് ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേറ്റർക്ക് പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഒരു HR മാനേജർക്ക് പറ്റുന്ന കാര്യമല്ല. സോ ദേ ഹാവ് ടു ബി ഇന്റിമേറ്റഡ്, മീൻസ് അതായത് അവരെ അറിയിക്കണം, ഈ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ഒഴിവുകളൊക്കെ ഇവരെ അറിയിക്കണം. പർട്ടിക്കുലർലി വേക്കൻസീസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണ് അത് പറയണം. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലും wherever there is a vacancy, എവിടെയൊക്കെ വേക്കൻസീസ് ഉണ്ടോ, it should be informed to the human resource manager. ഹ്യൂമൻ റിസോഴ്സ് മാനേജറെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ അറിയിക്കും. അവിടെ നിന്നാണ് പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് തുടങ്ങുന്നത്. അപ്പൊ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തായാലും ഇവരെ അറിയിക്കണം. അറിയാത്ത കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജറെ അറിയിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം. റിക്രൂട്ട്മെന്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യമാണ് അത്. ഓക്കെ, അപ്പൊ wherever the vacancies are, എവിടെയൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസീസ് ഉണ്ടോ, it should be informed to the human resource manager. Okay, അപ്പൊ if you are taking an example, when a new hospital is started, ഒരു പുതിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻ ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ് ദർ വിൽ ബി വേക്കൻസി. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വേക്കന്റ് ആയിരിക്കും, കാരണം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ അല്ലേ. അപ്പൊ അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്? കാർഡിയോളജി ഉണ്ടോ, ഒഫ്താൽമോളജി ഉണ്ടോ, പീഡിയാട്രിക്സ് ഉണ്ടോ, ഗൈനക് ഉണ്ടോ? എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ജോലിക്കാർ ആവശ്യമുണ്ട്. നഴ്സസിനെ ഇത്ര നമ്പർ ഓഫ് നഴ്സസിനെ ആവശ്യമുണ്ട്. ഫാർമസി ഉണ്ട്, അപ്പൊ ഫാർമസിയിൽ ജോലിക്കാർ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം വേക്കന്റ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി സ്റ്റാർട്ടിങ്, അത് തുടക്ക കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താ പറയാ വേക്കൻസി ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. പക്ഷേ ഇൻ എ റണ്ണിങ് ഹോസ്പിറ്റൽ, എന്നാൽ എന്താ പറയാ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ, എന്നാൽ മീൻസ് നേരത്തെ തന്നെ പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ വേക്കൻസീസ് വിൽ arise due to many reasons. പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? വേക്കൻസീസ് വരാറുണ്ട്. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് വേക്കൻസി വരാം നിങ്ങൾക്കറിയാൻ പാടില്ലേ? നമുക്കറിയില്ലേ? പല കുഞ്ഞു കുഞ്ഞു സ്ഥാപനങ്ങളിലായാലും ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ജോലിയെ കുറിച്ച് അറിയുകയോ ചെയ്യുന്നവരാണ് നമ്മളെല്ലാം. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്താ പറയാ ഈ വേക്കന്റ് ആകാം ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ. അതെ, ചിലപ്പോ ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടി വേറെ സ്ഥലത്ത് പോയി, അപ്പൊ അവിടെ ആ ഒരു സ്ഥലം വേക്കന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഡിമോഷൻ, അതെ ഡിമോഷൻ കൊണ്ട് ട്രാൻസ്ഫർ കിട്ടി പോകുന്നത് കൊണ്ട്. ദെൻ ഇനി അതർ റീസൺസ്, ഇനിയോ റിസൈൻ ചെയ്തു പോയി ഏതെങ്കിലും എംപ്ലോയീസ് അല്ലെങ്കിൽ എന്താ പറയാ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ജോലിക്കാര് എംപ്ലോയീസ് റിസൈൻ ചെയ്തു പോയി, ജോലി വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടുപോയി. യെസ്, ഡ്യൂ ടു പണിഷ്മെന്റ് അതെ. അതുപോലെ തന്നെ അതായത് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഫോൾട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ചീറ്റിങ്ങോ മറ്റുമൊക്കെ ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷൻസിലായാലും ചെയ്തു കഴിഞ്ഞാൽ അവരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ പണിഷ്മെന്റ് ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ പുറത്തേക്ക് വിടാം. അപ്പോൾ ദർ ആർ ഡിഫറെന്റ് കോസസ്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു റണ്ണിങ് ഹോസ്പിറ്റൽസിൽ എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? വേക്കൻസീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് എന്താ പറയാ ടെർമിനേറ്റ് ചെയ്ത് പോകും, വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്നവരുണ്ട്. അതെ, ഒരു നീണ്ട കാലാവധി എടുത്ത് എന്തെങ്കിലും എന്താ പറയാ സിക്നസ് കൊണ്ട് ഇൽനെസ് കൊണ്ട് അവര് ജോലിക്ക് വരാൻ പറ്റാത്ത ആകുമ്പോൾ അവിടെയൊക്കെ അങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളിൽ there are many reasons for the employees to continue the job. അവരുടെ ജോലികൾ തുടർന്നു കൊണ്ടുപോകാനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ എന്താ പറയാ അങ്ങനെ വരുമ്പോ എന്താണ് ഇവിടെയൊക്കെ വേക്കൻസി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയ ഒരു ഹോസ്പിറ്റൽസിലാണെങ്കിൽ എല്ലായിടത്തും മൊത്തത്തിൽ വേക്കന്റ് ആണ്. അവിടെയൊക്കെ നമ്മള് പുതിയ ആളുകളെ ജോലിക്കാരെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. അതേസമയം റണ്ണിങ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ നേരത്തെ മുതൽ നിലവിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും അവിടെ വേക്കൻസീസ് വരാൻ കാരണമുണ്ട്. മനസ്സിലായോ? ഓപ്പണിംഗ് ഓഫ് ന്യൂ സെന്റേഴ്സ്, അഡീഷണൽ യൂണിറ്റുകൾ, സബ് യൂണിറ്റുകൾ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ അതിന്റെ
സബായിട്ട് വേറൊരു ഹോസ്പിറ്റൽ അവർ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് വേറെ സ്ഥലത്ത് തുടങ്ങുന്നു, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ they have to occupy many employees there. അവിടെയൊക്കെ പുതിയ പുതിയ ജോലിക്കാരെ എംപ്ലോയ് ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കും. സോ ദീസ് ആർ ദ മെനി റീസൺസ്. ഒരുപാട് റീസൺസ് ഉണ്ട് ഇതുപോലെ വേക്കൻസീസ് വരാനുള്ള സാധ്യതകൾ. സോ വാട്ട് എവർ ദ റീസൺസ് മേ ബി, എന്തൊക്കെ കാരണങ്ങളായിക്കോട്ടെ, the vacancies have to be filled. തീർച്ചയായിട്ടും ഉണ്ടാകുന്ന വേക്കൻസി ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഫിൽ ചെയ്യണം. സോ ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് ഓർ ഇൻഫോംഡ് ടു ദ ഹോസ്പിറ്റൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആസ് സൂൺ ആസ് പോസിബിൾ. എപ്പോഴൊക്കെയാണോ വേക്കൻസി ഉള്ളത് അത് ആരെ അറിയിച്ചിരിക്കണം, ഹ്യൂമൻ റിസോഴ്സ് മാനേജറെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേറ്ററെ പ്രോപ്പർ ചാനലിലൂടെ അറിയിക്കണം. വെറുതെ വെല്ലോടത്തൊക്കെ ചെന്ന് പറഞ്ഞ കാര്യമില്ല. ഇങ്ങോരുടെ അടുത്തേക്ക് അത് കൃത്യമായി എത്തണം. ഇവിടെ ഒഴിവുണ്ടായിരുന്നു, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കാനായിട്ട്, ഹോട്ടൽ മാനേജർ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. അത് ത്രൂ പ്രോപ്പർ ചാനലിലൂടെ ഇവരുടെ കൈകളിലേക്ക് എത്തണം. ആ ഒരു വേക്കൻസി ഉണ്ടെന്നുള്ള അറിവ് ഇവരിലേക്ക് പ്രോപ്പർ ചാനലിലൂടെ തന്നെ എത്തണം എന്നാണ് പറയാ. സോ പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജറെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ ഇതിനെ കുറിച്ച്, വേക്കൻസിയെ കുറിച്ച് ഇന്റിമേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങും റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ. അപ്പൊ അതിന് മുമ്പ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ദേ ഹാവ് ടു ഇൻഫോം. അതിന് മുമ്പ് നടക്കുന്ന കാര്യം എന്താ, റിക്രൂട്ട്മെന്റിന് മുമ്പ് നടക്കേണ്ട കാര്യം എന്താണ്, വേക്കൻസീസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലുണ്ടോ ഇറ്റ് ഷുഡ് ബി പ്രോപ്പർ ചാനലിലൂടെ റീച്ച് ടു ദ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓർ ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേറ്റർ, അവരുടെ കയ്യിലേക്ക് തീർച്ചയായിട്ടും എത്തണം. അപ്പൊ ആ കാരണങ്ങൾ അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള മറ്റു നടപടികളൊക്കെ ഇവർക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പാരഗ്രാഫിൽ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന്, അല്ലെങ്കിൽ അത് എപ്പോഴാണ് അവരെ അറിയിക്കുമ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയ പുതിയ ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ന്യൂലി സ്റ്റാർട്ടഡ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ there will be varieties of vacancies. പല വേക്കൻസീസ് ഉണ്ടായിരിക്കും. നഴ്സുമാരുടെ വേക്കൻസി ഉണ്ടായിരിക്കും, മറ്റ് എന്താ പറയാ ക്യാൻറ്റീനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാർമസി ഉണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻസിന്റെ പല ഒഴിവുകൾ ഉണ്ടായിരിക്കും. ഇറ്റ് ഷുഡ് ബി ഫിൽഡ്. അതൊക്കെ ഫിൽ ചെയ്യേണ്ടി വരും. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റണ്ണിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലാണെങ്കിൽ വേക്കൻസീസ് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ പേഷ്യൻസ് കുറച്ച് കൂടുതൽ വരുന്നു, അപ്പോഴും ആളുകളുടെ എണ്ണം കൂടുതൽ വേണ്ടി വരും. കുറച്ച് കൂടുതൽ പേഷ്യൻസ് ചില ഹോസ്പിറ്റൽസിന്റെ ഗുഡ്വില്ല് അല്ലെങ്കിൽ അവരുടെ പേരൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ, നേരത്തെ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നവരാണെങ്കിലേ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അവിടത്തേക്ക് ചികിത്സ വേണ്ടാന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് തള്ളിക്കയറാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ കൂടുതൽ പേഷ്യൻസ് അവർക്ക് വരുമ്പോ അത്രയും പേഷ്യൻസിനെ അവർക്ക് ലാഗ് ഇല്ലാതെ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ they should have some more employees. കൂടുതൽ ജോലിക്കാരെ പല മേഖലകളിലും ഒക്കെ വേണ്ടി വരും. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാരണങ്ങളുണ്ട് വേക്കൻസീസ് വരാനായിട്ട്. സോ ഈ പറയുന്ന എന്തൊക്കെ വേക്കൻസി ഉണ്ടോ ഇതെല്ലാം തന്നെ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ടു ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഓർ അഡ്മിനിസ്ട്രേറ്റർ ത്രൂ പ്രോപ്പർ ചാനൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഈ ഒരു പാരഗ്രാഫ് കുഞ്ഞു പാരഗ്രാഫാണ്, മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ഇനി പോകാലോ അടുത്തതിലേക്ക്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, റിക്വസ്റ്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ ഈ കഴിവുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഈ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ജോലിക്കാരെയൊക്കെ നമുക്ക് അക്വിസിഷൻ നേടാനായിട്ട് പറ്റുക? ആളുകളെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ഇഷ്ടം, ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ വേക്കൻസി ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് പേര് അതിലേക്ക് അപ്ലൈ ചെയ്യും അല്ലെ. ആ ഒരു വേക്കൻസിയിലേക്ക് നമ്മൾ അറിയുന്ന സോഴ്സുകളിൽ നിന്ന് അതിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്താ പറയാ, ഒരുപാട് പേര്, ഇപ്പൊ ഒരു 10 വേക്കൻസി ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു 1000 പേർക്കുള്ള എന്താ പറയാ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടായിരിക്കും, 1000 പേര്. പക്ഷെ ഈ 1000 പേരെയും ഈ 10 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 1000 പേരുടെയും ആപ്ലിക്കേഷൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇവർക്ക് എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റുമോ? പറ്റുന്ന കാര്യമല്ല അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു അറ്റൈൻ ഓർ അക്യൂസേറ്റ് ദ ടാലന്റഡ് എംപ്ലോയീസ്. ഇതിൽ നിന്ന് നമുക്ക് പറ്റിയ ടാലന്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഇതിൽ നിന്നൊക്കെ തെരഞ്ഞെടുക്കേണ്ടി വരും. അപ്പൊ അത് പല രീതിയിലൊക്കെയാണ് തെരഞ്ഞെടുക്കുക. അപ്പൊ ഓൾ ദ എക്സിസ്റ്റിംഗ് വേക്കൻസീസ് അത് ഏത് രീതിയിലുള്ളതായിക്കോട്ടെ, റുട്ടീൻ ആയിക്കോട്ടെ, എർജന്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ. എന്താ എർജന്റ്, റുട്ടീൻ ആൻഡ് എന്താ പറയാ ഫ്യൂച്ചർ വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ, റുട്ടീൻ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ, അതായത് ഓരോ ദിവസവും ഒരുപാട് ചില എന്താ പറയാ പതിവായിട്ട് ചെയ്യുന്ന ചില ജോലികളൊക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഇപ്പൊ എയർ കണ്ടീഷനിങ് ഒക്കെ അങ്ങനത്തെ ഇപ്പൊ ഹോസ്പിറ്റൽസിലാവുമ്പോയില്ലേ
ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, പല മെഷീൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഏതെങ്കിലുമൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അത് ഇതിപ്പോ എന്താ പറയാ AC ഒക്കെ ഇപ്പൊ ഉള്ള ഹോസ്പിറ്റൽസ് ആണ്. പല പല റൂമുകളിലും ACs ഉണ്ട്, പേഷ്യൻസിന്റെ ഉണ്ട്, അതുപോലെ ഡോക്ടേഴ്സ് ഇരിക്കുന്നിടത്തൊന്നും വിചാരിക്കാം. അപ്പൊ ഒരു AC മെയിൻറ്റെയിൻ ചെയ്യുന്ന മെക്കാനിക്സ് എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു ഹോസ്പിറ്റലിൽ എല്ലായ്പ്പോഴും വേണ്ടി വരും അല്ലെ? അപ്പൊ അങ്ങനെ റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ ജോലികൾ ചെയ്യുന്ന ആളുകളുടെ ഒഴിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അർജന്റ് പെട്ടെന്ന്, അതായത് ഇന്ന ഒരു ഡിപ്പാർട്ട്മെന്റില് പെട്ടെന്ന് തന്നെ ഒരു എംപ്ലോയിന് ആവശ്യമുണ്ട്. അപ്പൊ അർജന്റ് ആയിട്ടുള്ള വേക്കൻസി വരാറുണ്ട്. ഫ്യൂച്ചർ ഭാവിയിൽ ഉദ്ദേശിച്ചിട്ട്, അതായത് ഇനി ഭാവിയിൽ നമ്മൾ ഇന്നൊരു ഡിപ്പാർട്ട്മെന്റ് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ ആഡ് ഓൺ ചെയ്യാൻ പോവാണ്. ഇപ്പൊ നിലവിൽ ആ ഒരു ഹോസ്പിറ്റൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല. അപ്പൊ നമ്മൾ ഭാവിയിലേക്ക് കൂടി കരുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വേക്കൻസീസ് കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, റിക്രൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇതെല്ലാം തന്നെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ചില ഹോസ്പിറ്റൽസ് ഇങ്ങനെ ഓരോ വർഷം തോറും ഒക്കെ ആയിരിക്കും ഇങ്ങനെ എക്സ്പാൻഡ് ആയിട്ട് വരിക, വികസിപ്പിച്ച് കൊണ്ടുവരിക, ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം അവരുടെ കയ്യിൽ വരുന്ന ഇൻകം അല്ലെ, അതനുസരിച്ച് ഡെവലപ്മെന്റ് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നീഡ് മോർ എംപ്ലോയീസ്. അപ്പൊ കൂടുതൽ എംപ്ലോയീസിന് ആവശ്യമുണ്ട് ഉണ്ടായിരിക്കും. So it should be notified or noticed to the HR department. HR department HR manager administrator, it should be notified or by written. അതായത് എങ്ങനെ കൊടുക്കണം? ആ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് പ്രിഫറബിളി പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ, അത് കൃത്യമായ രീതിയൊക്കെ ഉണ്ടതിന് ഒരു ഡോക്യുമെന്റ് ഫോം ആണ്. ആ ഫോമിൽ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്ത് അത് അവിടെ സമർപ്പിക്കണം. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഹ്യൂമൻ റിസോഴ്സ് മാനുവലൊക്കെ ഇല്ലേ, അതിന്റെയൊക്കെ ബേസിസിലാണ്, അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെ ഓരോ ഫോമൊക്കെ ഇങ്ങനെ വേക്കൻസി ഉണ്ടെങ്കിൽ അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെ അറിയിക്കാനായിട്ട്. അത് പ്രിഫറബിളി ഇറ്റ് ഈസ് ഇൻ ഡോക്യുമെന്റ് ഫോം, അത് റിട്ടൺ ഡോക്യുമെന്റ് തന്നെയായിട്ടാണ് ഇവരിത് വെക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് അവരെ നമുക്ക് പുറത്തുനിന്ന് ആളുകളെ എടുക്കാൻ പറ്റുക, വേക്കൻസി ഫില്ല് ചെയ്യാൻ പറ്റുക എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉള്ളവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ ഇവിടെ ഇങ്ങനെ ഏതെങ്കിലും എംപ്ലോയീസിന് ആവശ്യമുണ്ടോ, ഏതെങ്കിലും ജോലിക്കാർ ആവശ്യമുണ്ടോ, ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമുണ്ടോ എന്ന്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുകൾ ഓരോന്നും അവരുടെ എന്താ പറയാ വേക്കൻസീസ് ഇറ്റ് ഷുഡ് ബി ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം. ആ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അത് ഉണ്ടാക്കി തയ്യാറാക്കിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അത് ഫോർവേഡ് ചെയ്യാം. ആൻഡ് ദ HR മാനേജർ വൈൽ യൂസിങ് ദിസ് ഫോം, ഈ ഒരു ഫോം ആർക്ക് കിട്ടും? അപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ കയ്യിൽ കിട്ടും. സോ അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഇത്ര ആൾക്കാരൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആരെങ്കിലും ഒക്കെ പിടിച്ചുകൊണ്ടെന്ന് ജോലിക്ക് നിർത്തുകയാണോ ചെയ്യുക? അല്ല, അവരെന്ത് ചെയ്യണം? ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടാലന്റഡ് കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കണ്ടുപിടിക്കേണ്ടി വരും ഓരോ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഫോർ ദാറ്റ് പർപ്പസ് ദേ ഹാവ് ടു recognize whatever it is in the form. ആ ഫോമിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഫോം കൃത്യമായ രീതിയിൽ തയ്യാറാക്കിയതാണോ, അവരുടെ സിഗ്നേച്ചർ, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഈ ഒരു വേക്കൻസി വന്നേക്കണേ, അവര് ആരാണോ തയ്യാറാക്കി അതിന്റെ സിഗ്നേച്ചർ നമുക്ക് അവരെന്ത് ചെയ്യുന്നത്, അതിന്റെ ജെനുവിനിറ്റി പരിശോധിക്കാൻ വേണ്ടിയിട്ടേ, എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ് ഒക്കെ ഓൾറെഡി ഉള്ളതാണോ എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു ഫോമിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു, അത് ഓരോ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് മനസ്സിലാക്കി അവരുടെ സൈനൊക്കെ ഉണ്ടോ, അവരിലൂടെയാണോ ഇത് എത്തിയേക്കണേ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കണം ഓരോ വേക്കൻസിയും എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് അറിയേണ്ടവര്. അപ്പൊ അവർ ഇത് ഫോം ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ ഫോമിൽ ഇതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ സിഗ്നേച്ചർ കറക്റ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ വെരിഫൈ ചെയ്ത് നോക്കും. ആര്? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേറ്റർ. ആൻഡ് അതിന്റെ ബേസിസിലായിരിക്കണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുക. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു വെരിഫൈ ദ സിഗ്നേച്ചർ. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ എന്ത് ചെയ്യണം? സിഗ്നേച്ചർ പരിശോധിക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇറ്റ് ഈസ് വെരി നെസസറി, അത് ഇൻഫാക്ട് ആണ് മനസ്സിലാക്കിയാൽ, എന്ന് വെച്ചാൽ കൃത്യമാണ് പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ വേക്കൻസീസ് ഒക്കെ ഉണ്ട്, അത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ്, ആ സിഗ്നേച്ചർ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പൊ അവർ തന്നെ അറിയിച്ചിട്ടുള്ള വേക്കൻസീസ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ they have to take next steps. അതായത് എന്ത് ചെയ്യണം? പിന്നെ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതിന് പല രീതിയിലും ഒരു റിക്രൂട്ട്മെന്റുകൾ പ്രോസസ്സിങ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിലവിലുള്ള എന്താ പറയാ ഇപ്പൊ ഒരു വേക്കൻസി വന്നു, അവിടെ തന്നെയുള്ള ആ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെയുള്ള എംപ്ലോയീസിനെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ മാറ്റി എക്സിസ്റ്റിംഗ് വേക്കൻസി ഫില്ല് ചെയ്യാറുണ്ട്. അങ്ങനെ ഫില്ല് ചെയ്യാം.
ഇപ്പൊ ഇവിടുന്ന് എന്താ പറയാ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റില് അവിടെ അത്രയും വർക്കേഴ്സ് വേണ്ട അല്ലെങ്കിൽ ജോലിക്കാർ വേണ്ട, അവിടെ നിന്ന് മാറ്റി വേറെ വേക്കന്റ് ആയിട്ട് കിടക്കുന്ന അവിടേക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാഫുകളെ മറ്റ് രീതിയിലേക്ക് മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് ഇന്റർചേഞ്ച് ചെയ്ത് ഫിൽ ദ എക്സിസ്റ്റിംഗ് വേക്കൻസി, അങ്ങനെയുള്ള എക്സിസ്റ്റിംഗ് വേക്കൻസീസ് ഫിൽ ചെയ്യാൻ പറ്റും. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇട്ട് അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയിട്ട് മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ റിക്രൂട്ട്മെന്റ് അല്ല. അതായത് ഇങ്ങനെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. അതായത് ഹോസ്പിറ്റൽസിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള റിക്രൂട്ട്മെന്റുകൾ നടത്താൻ പറ്റില്ല. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ദേ ഹാവ് ടു ഓൾസോ മൈൻഡ് അബൌട്ട് ദർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ബോധർ ചെയ്യണം. ഇത്രയൊക്കെ സാലറീസ് ഓഫർ ചെയ്ത് പുതിയത് പുറത്തുനിന്ന് നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന സാലറി, അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ശമ്പളം എന്ന് പറയുന്നത്, ഇപ്പൊ 10 ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു, അത് നമ്മൾ അങ്ങനെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പുറത്തുനിന്ന് എടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചില എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റുകൾ, ഇന്റർചേഞ്ചിങ് ത്രൂ ഡിപ്പാർട്ട്മെന്റ്സ്, പല ഡിപ്പാർട്ട്മെന്റുകളിലൂടെ ഇന്റർചേഞ്ച് ചെയ്ത് അവർക്ക് ഒരു എന്താ പറയാ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ വേക്കൻസീസ് ഫിൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഇത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ മാറ്റാത്ത രീതിയിൽ നമുക്ക് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, റീഷഫിൾ ചെയ്തുകൊണ്ട് പറ്റും. പിന്നെ മാത്രമല്ല ഇനി പുതിയ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ അതിൽ നിന്ന് ആവശ്യമുള്ളവരെ, ടാലന്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ട് ബാക്കിയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യേണ്ടി വരും. ന്യൂ റിക്രൂട്ട്മെന്റുകൾ നടത്തുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്യുക. ഇപ്പൊ 10 ആൾക്കാരെ മതി, അതിൽ 1000 പേര് അല്ലെങ്കിൽ 100 പേര് അല്ലെങ്കിൽ 2000 പേരൊക്കെ ഇങ്ങനെ ആപ്ലിക്കേഷൻസ് അയക്കും. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് അവരിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ മാത്രം നോക്കിയിട്ട് അവരുടെ ക്വാളിഫിക്കേഷന്റെ ആ ഒരു ഭാരം അല്ലെ, എത്ര ക്വാളിഫൈഡ് ആണ്, എത്ര മാർക്കുകൾ ഓരോ ക്വാളിഫിക്കേഷനും അവർക്ക് പ്രോസസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇതിന്റെ തൂക്കം നോക്കിയിട്ടല്ല ഇന്ന് എന്ത് ചെയ്യുന്നത് റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നത്. അതിനേക്കാൾ അപ്പുറം നമുക്ക് ഉള്ളിൽ നിന്ന് വരേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാനത് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിൽ നമുക്ക് പറയാറുള്ളത് അല്ലെ, നമ്മളുടേതായ രീതിയിൽ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ പഠിച്ചത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, അതല്ലാതെ നമ്മൾ സ്വയം പുറത്തേക്ക് എടുക്കേണ്ട കുറെ കഴിവുകളുണ്ട് അല്ലെ, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ആ ഉള്ളിൽ നിന്ന് വരേണ്ടതായിട്ടുള്ള കഴിവുകൾ, സ്മാർട്ട്നെസ്, നമ്മുടെ എനർജി അല്ലെ, നമ്മുടെ എഫിഷ്യൻസി, അതൊക്കെ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ പുറത്തേക്ക് എടുക്കണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഏതൊരു ഓർഗനൈസേഷനിലും ഇന്ന് റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നത് ഒരു എന്താ പറയാ 50 എന്ന് പറയാൻ പറ്റില്ല, ഒരു 70% ആ ബേസിസിലാണ്, അല്ലാതെ മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല. അതൊക്കെ പണ്ടൊക്കെ മാർക്കുകളൊക്കെ കൂടുതലുള്ളവർക്കൊക്കെ ജോലി സാധ്യതകൾ കൂടുതലുണ്ടായിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ ഇന്ന് അതല്ല, ഇന്നൊക്കെ കാര്യങ്ങൾ മാറി. ഇപ്പൊ എത്ര എഫിഷ്യന്റ് ആയിട്ട്, എത്ര സ്മാർട്ട് ആയിട്ട്, എത്ര എനർജറ്റിക് ആയിട്ട് ഓരോ ജോലി ചെയ്തു, ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂയിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതിയിലും എന്ത് ചെയ്യുന്നത് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ ബി റിജക്റ്റഡ്. ബാക്കിയുള്ളവരെ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. 10 പേരെ നമ്മൾ വേക്കൻസി ഫിൽ ചെയ്യാനായിട്ട് നമ്മൾ സ്മാർട്ട് ആയിട്ടുള്ള, ടാലന്റഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാം വേണം. എല്ലാം പ്ലസ് ആണ്. ടാലന്റ് വേണം, ക്വാളിഫിക്കേഷൻ വേണം അല്ലെ. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ജോലി കൊടുക്കുന്നു. ബാക്കിയുള്ളവരെ റിജക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ന്യൂ റിക്രൂട്ട്മെന്റ് നടത്തുക. അപ്പൊ എമർജൻസി സമയത്തൊക്കെ ഇപ്പൊ റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമുക്ക് അത്തരം അഡ്ജസ്റ്റ്മെന്റുകൾ വിത്തിൻ ദ ഓർഗനൈസേഷനിൽ നിന്ന് തന്നെയാകാം നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം, അല്ലെങ്കിൽ പുറത്തുനിന്നാണെങ്കിലും അതൊക്കെ പെട്ടെന്ന് നടത്തേണ്ടി വരും. അതേസമയം അത്ര അർജന്റ് ആയിട്ടുള്ള വേക്കൻസി അല്ല, ഇത്ര പെട്ടെന്ന് വേണമെന്നില്ല. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ചിലപ്പോ 1-2 മാസം 3 മാസം ഒക്കെ നീണ്ട ടൈം റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒക്കെ നടക്കുക. വാട്ടെവർ ഏതാണെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഹാവ് ടു മേക്ക് സം ഓഡിറ്റിംഗ്. അതായത് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് മുമ്പൊക്കെ ഇനീഷ്യൽ ആയിട്ട് അവർക്ക് പല ഓഡിറ്റിംഗും, ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിക്കുന്ന ഓഡിറ്റിംഗ് ഒക്കെ നടത്തണം. റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ്, ബിഫോർ സ്റ്റാർട്ടിംഗ് ദ റിക്രൂട്ട്മെന്റ് ദേ ഹാവ് ടു മേക്ക് സം ഓഡിറ്റ് റിഗാർഡിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സസ് എത്ര എണ്ണം വേണം, ഒരു ഡിപ്പാർട്ട്മെന്റിൽ എത്ര ഒഴിവുണ്ട്, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതൊക്കെ തിരിച്ചിട്ട് ഇനി ആക്ച്വലി എത്ര ഒഴിവ് വരുന്നുണ്ട്, ഇതൊക്കെയാണ് ഓഡിറ്റിംഗിൽ നടത്തുന്നത്. മനസ്സിലായോ? അല്ലാതെ അവരുടെ കണക്കെടുപ്പ് വേറെ രീതിയിലല്ല, ഹ്യൂമൻ റിസോഴ്സസിന്റെ കണക്കെടുപ്പാണ്. അപ്പൊ ശരിയായ രീതിയിലുള്ള ജെന്യുവൻ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റുകൾ നടത്തേണ്ടതുണ്ടോ, അല്ല ഇവിടെ ഉള്ളവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ബാക്കി
എന്താണ് ബാലൻസ്ഡ് ആയിട്ടുള്ള എത്ര ഇനി എംപ്ലോയീസിനെ വേണ്ടി വരും, ഇതെല്ലാം നടക്കുന്നത് സിംഗിൾ റിക്രൂട്ട്മെന്റിന് മുമ്പ് നടക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള പ്രോസസ്സിംഗ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടി വരും. ആൻഡ് ഇതൊരു എന്താ പറയാ സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല അല്ലെ, ഒരു ഭയങ്കര നീണ്ട ഒരു പ്രോസസ് തന്നെയാണ് മാൻ പവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ റിക്രൂട്ട്മെന്റ് മാൻ പവറും അവരെ പോലെ തന്നെ ഓരോ ടൈമിനും അതുപോലെ തന്നെ അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനൊക്കെ പ്രാധാന്യമുണ്ട്. നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുമ്പോൾ ഹ്യൂമനെ മാത്രം മാനേജ് ചെയ്താൽ പോരാ, ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഇപ്പൊ പെട്ടെന്ന് വേണ്ട വേക്കൻസി ഫില്ല് ചെയ്യേണ്ടതാണല്ലോ, അതനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കണം അല്ലെ. അപ്പൊ ടൈമിനും പ്രാധാന്യമുണ്ട്. ആൻഡ് ഈ ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാ ഹോസ്പിറ്റൽസിലും അങ്ങനെ തന്നെയാണ്. ഓരോ എവറി മന്തിൽ they will scrutinize or monitor the schedule of recruitment. ഈ റിക്രൂട്ട്മെന്റുകളുടെ സ്കെഡ്യൂൾ ഒക്കെ പരിശോധിച്ച് എത്ര ആളുകൾ വേണം, അങ്ങനെ മന്ത്ലി അവർ അങ്ങനെയുള്ള ഒരു അസസ്മെന്റ് നടക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അല്ലെങ്കിൽ എന്ത് പറ്റും, ഇങ്ങനെ എത്ര പേര് വേണമെന്നൊന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നില്ല, മോണിറ്റർ ചെയ്യുന്നില്ല. അത് അങ്ങനെ വിട്ടേക്കുകയാണെങ്കിൽ അത്തരം അർജന്റ് റിക്വയർമെന്റ് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ എംപ്ലോയി ഇല്ലാതെ കുറച്ച് നാളൊക്കെ പ്രവർത്തിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പറ്റില്ല. റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പല ഫാക്ടേഴ്സും കണക്കിലെടുത്തിട്ടാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അർജന്റ് ആയിട്ടുള്ള വേക്കൻസീസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു മാനേജ്മെന്റ് ഇല്ലാതെ വരും. അതുകൊണ്ടാണ് ഈച്ച് ആൻഡ് എവറി മന്തിൽ മോണിറ്റർ അവര് ഇതൊക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്ത് മോണിറ്റർ ചെയ്ത് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. അപ്പൊ പ്രീ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോൾ മുതലാണ്? ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് അവരുടെ എന്താ പറയാ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വേക്കൻസീസിനെ കുറിച്ച് ഇൻഫോം ചെയ്യുമ്പോൾ തുടങ്ങി റിക്രൂട്ട്മെന്റിന് മുമ്പുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് റിട്ടനായിട്ടുള്ള ഫോം ഫിൽ ചെയ്തിട്ടായിരിക്കും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അത്തരം കാര്യങ്ങൾ ആരെ അറിയിക്കുക? ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെ administrator അറിയിക്കുക. So they have to verify the signature of the head of the department to find out the genuinity of that vacancies. ആ വേക്കൻസീസ് എത്രത്തോളം ജെന്യുവിൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഫോമിൽ അവരുടെ സിഗ്നേച്ചർ ഒക്കെ വെരിഫൈ ചെയ്ത് നോക്കുന്നു. അവിടെ നിന്നൊക്കെ തുടങ്ങി ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ് തുടങ്ങും. അതിന് വേണ്ടിയിട്ട് ഇന്റേണൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്, എക്സ്റ്റേണൽ പുറത്തുനിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും we should keep an eye on the patient ratio, patient nurses ratio. ഇപ്പൊ നഴ്സസിനെയാണ് കൂടുതലും ഒരു ഹോസ്പിറ്റലിൽ ആവശ്യം വരിക അല്ലെ. അപ്പൊ ഈ നഴ്സസ് എത്ര അവൈലബിൾ ആണ്, എത്ര പേഷ്യൻസ് ഇൻപേഷ്യന്റ് ആയിട്ടൊക്കെ ഉണ്ട്, ആ ഒരു റേഷ്യോ കൂടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തിട്ട് വേണം വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട്. ഒരുപാട് പേഷ്യൻസ് ഒക്കെ വന്ന് അഡ്മിഷൻസ് എടുക്കുന്ന ഹോസ്പിറ്റൽസിലാണെങ്കിൽ അവിടെ ഇത്ര പേഷ്യൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു പേഷ്യന്റ് നഴ്സ് റേഷ്യോ കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. സ്കൂളുകളിലൊക്കെ നമ്മൾ പറയില്ലേ അല്ലെ, സ്കൂളുകളിൽ ഓരോ ക്ലാസ്സിൽ ഇത്ര കുട്ടികളുണ്ട് അല്ലെ, ആ കുട്ടികളുടെ ടോട്ടൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഒരു സ്കൂളിലുള്ള ടീച്ചേഴ്സിന്റെ ടോട്ടൽ സ്ട്രെങ്ത്തും തമ്മിൽ ഒരു പർട്ടിക്കുലർ റേഷ്യോ വേണ്ടേ? അതിന് അനുപാതികമായിട്ട് തന്നെ വേണം. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽസിലും എത്ര പേഷ്യൻസ് ഇപ്പൊ ഔട്ട് പേഷ്യൻസ് ആയിട്ട് വരുന്നവരായിക്കോട്ടെ, ഒരു ഒ പി ഡിപ്പാർട്ട്മെന്റില് അവിടെ ഇരിക്കുന്ന എന്താ പറയാ ചീട്ട് എഴുതാനും മറ്റൊക്കെ ഇരിക്കുന്ന ആളുകള് ഇപ്പൊ ഒരുപാട് റഷ് ആയിട്ട് ഔട്ട് പേഷ്യൻസ് വരികയാണെങ്കിൽ 2-3 കൗണ്ടറൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കേണ്ടി വരും ഒ പി വിഭാഗത്തിൽ തന്നെ. കാരണം ഒരുപാട് ഇപ്പോഴും ആളുകൾ വന്നു പോകുന്ന ഒ പി വിഭാഗം എപ്പോഴും അലർട്ടായിട്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ചില ഹോസ്പിറ്റൽസിന്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കൗണ്ടറിൽ വന്ന് നീണ്ട ക്യൂ ഒക്കെ ആൾക്കാർ നിന്ന് അവിടെ നിന്ന് എങ്ങനെ പറ്റും അല്ലെ? അതൊക്കെ എളുപ്പം നടക്കുന്ന കാര്യമല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൂടുതൽ പ്രോബ്ലംസ് ആകും. അതുകൂടാതെ എന്താ പറയാ പേഷ്യന്റ് ഈ പറയുന്ന എംപ്ലോയീസ് തമ്മിലുള്ള റേഷ്യോസ് ഒക്കെ ഏകദേശം ആനുപാതികമാകുന്ന രീതിയിൽ പ്രൊപ്പോർഷനേറ്റ് റേഷ്യോയിലാകുന്ന രീതിയിൽ വേണം ഈ പറയുന്ന റിക്രൂട്ട്മെന്റുകൾ നടത്തുമ്പോഴും അതിനെക്കുറിച്ചും ഒരു കണ്ണ് വേണം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അവിടെ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? It will also have an eye upon the utilization of human resource as per the existing patient staff ratio. ഓക്കെ, അങ്ങനെ ഒരു എന്താ പറയാ കണ്ണ് വേണം. അതുകൂടാതെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലും അവർക്കൊരു കണ്ണ് വേണം. അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്തിട്ട് വേണം റിക്രൂട്ട് പുറത്തുനിന്ന് ചെയ്യണോ അല്ലെങ്കിൽ അകത്തുള്ളവർ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണോ, പേഷ്യൻസ് കൂടുതലാണെങ്കിൽ ഇവിടെ ഉള്ളത് കൊണ്ട് തികയില്ല, പുറത്തുനിന്ന് റിക്രൂട്ട്മെന്റ് തന്നെ വേണ്ടി വരും എന്നൊക്കെ അവർക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം നോക്കേണ്ടത് ആരപ്പോ? ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്യേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേറ്റർ ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ്. ക്ലിയർ? ഒന്നൊന്ന് വേഗം വായിച്ചു നോക്കിയേ. ആ ഒരു ടാലന്റ് അക്വിസിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ.
കാര്യം മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് എന്താ പറയാ മെയിൻ ആയിട്ട് വരുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ തരും. അത് ലെസൺ ഒക്കെ ഏകദേശം ഒക്കെ തീരുമ്പോ തന്നോളാം കേട്ടോ. വലിയ പാരഗ്രാഫ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും, അയ്യോ ഇതൊക്കെ ഇങ്ങനെ പഠിക്കാന്നൊക്കെ. അതിനകത്ത് എന്താ കാര്യം, എത്രയേ ഉള്ളൂ. കുറെ ഇങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പറഞ്ഞ കാര്യം തന്നെ തിരിച്ചും മറിച്ചും പറയുന്നു. കഴിഞ്ഞോ? കഴിച്ച് ഇതിനകത്ത് നമ്മൾ തരുന്ന മോക്ക് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് കാണാതെ ഒക്കെ മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കാം. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ടൊന്ന് വായിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് നോക്കിയേ, ഒരു എന്താ പറയാ ടാലന്റ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റന്റ് ഫോം ആണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇന്റന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇന്റന്റ് പർച്ചേസിംഗ് ഓർഡർ ഒക്കെ വെക്കാൻ നമ്മൾ കേട്ടല്ലേ, നിങ്ങൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചവരല്ലേ. ഇന്റന്റ് സമർപ്പിക്കാന്ന് പറഞ്ഞാൽ അതന്നെ അപ്ലൈ ചെയ്യുക എന്നാണ്. അപ്പൊ ഒരു ടാലന്റ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു ഫോമാറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. നെയിം ഓഫ് ഇന്റന്റ്, ഓക്കെ. ഇനി ഡേറ്റ് ഓഫ് ഇന്റന്റ്, ആരാണ് ഇന്റന്റ് ചെയ്യുന്നത് അതിന്റെ ഡേറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ഇന്റന്റ് അവിടെ ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം ഫില്ല് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇനി അത് ആ പർപ്പസ് ഇവിടെ 3 രീതിയിലാണ്. എമർജൻസി ആയിട്ടുള്ള വേക്കൻസി ഫില്ല് ചെയ്യാനാണോ, നോർമൽ ആയിട്ടുള്ള ഒരു വേക്കൻസി ഫില്ല് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്റന്റ് ആണോ എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. സോ വി ക്യാൻ ടിക്ക് ഇറ്റ്, ഏതാണെന്ന് വെച്ചാൽ അവിടെ ടിക്ക് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഡയറക്ഷൻസ് ഫോം ആണ്. അതിന് വേണ്ടിയിട്ട് തൊട്ട് താഴെ ഒരു വലിയ ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആസ് പെർ അവർ കറന്റ് റിക്വയർമെന്റ് കൈൻഡ്ലി പ്രൊവൈഡ് ദ ഫോളോയിങ് ടാലന്റ്സ്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന എന്താ പറയാ അത്ര പെട്ടെന്ന് അല്ലെങ്കിൽ കറന്റ് ആയിട്ടുള്ള നിലവിലുള്ള റിക്വയർമെന്റ് പ്രകാരം ഈ പറയുന്ന താഴെ പറയുന്ന ടാലന്റുകളെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെയാണ് HOD എന്ത് ചെയ്യുക, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അവർക്ക് വേണ്ട ടാലന്റുകളുടെ എണ്ണമൊക്കെ അവിടെ കൊടുക്കണം. അപ്പൊ ഡെസിഗ്നേഷൻ എവിടെയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട എക്സ്പീരിയൻസ് എത്രയാണ്, എത്ര ഇയർ എക്സ്പീരിയൻസ് വേണം എന്നൊക്കെയാണല്ലോ. 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർ ചില മേഖലകൾ ഉണ്ടാകാം, 2 ഇയർ എക്സ്പീരിയൻസ് വേണ്ട. അതിന്റെ കണ്ടീഷൻസ് ഉണ്ട്, എക്സ്പീരിയൻസിനും കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ഇനി കേട്ടോ നമ്പർ എന്നാണ്, എത്ര ആളുകൾ വേണം, ഒരു ഡിപ്പാർട്ട്മെന്റിൽ എത്ര ആളുകൾ വേണം, അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാലറി, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഈ ഒരു ടേബിളിനകത്ത് ഉണ്ടാകുക. അപ്പൊ ടേബിളിന്റെ ലെങ്ത് ചിലപ്പോൾ കൂടി വരും. കൂടുതൽ ഡെസിഗ്നേഷൻസിൽ വേക്കൻസീസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആ കോളംസ് അങ്ങനെ നീണ്ടുപോകും. ഇനി ഇതിന് അപ്രൂവൽ കൊടുക്കുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അവർ അപ്രൂവ് ചെയ്യുമ്പോൾ അവരുടെ സിഗ്നേച്ചർ ഒക്കെ വേണ്ടേ. അപ്പൊ അപ്രൂവൽ ബൈ GM-ന്റെ HR മാനേജറിന്റെ ഒക്കെ അപ്രൂവൽ കിട്ടണം. അപ്പൊ അവർക്കൊക്കെ സ്പെഷ്യലി അപ്രൂവ് ചെയ്യുമ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് സിഗ്നേച്ചർ വേറെ സൈൻ ഒക്കെ ചെയ്യാനുള്ള കോളംസ് ആണ്. ഇനി ചിലപ്പോൾ അത് അപ്രൂവ് ചെയ്യണം എന്ന് നിർബന്ധമില്ല, മേ ബി റിജക്റ്റഡ്, ചില കാരണങ്ങൾ കൊണ്ട് അത് റിജക്റ്റഡ് ആകാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് റിജക്ട് ചെയ്തു, അപ്പൊ HR മാനേജറോ അല്ലെങ്കിൽ ചെയർമാനോ ആരാണോ അത് റിജക്ട് ചെയ്ത് അവർക്ക് അവരുടേതായ കാരണങ്ങൾ അവിടെ കാണിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ആണ്, ഇന്റർവ്യൂന്റെ കാര്യങ്ങൾ, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അതിന് മാത്രമല്ല അപ്പോയിന്റ്മെന്റ് സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ്, ചെയർമാന്റെ അപ്രൂവൽ, ഇതെല്ലാം തന്നെ ഓഫീസ് ചെയ്യേണ്ടതാണ്, ഒഫീഷ്യൽ ആയിട്ടുള്ള കാറ്റഗറിയിൽ പെട്ടതാണ്. അപ്പൊ ഡീറ്റെയിൽസ് കൊടുക്കുക, ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് എന്നാണ് ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതും ഷുഡ് ബി മെൻഷൻഡ്. ആ ഒഫീഷ്യൽ ഫോർമാറ്റിന്
ആ ഒരു ബോക്സിനകത്ത് അത് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഇതൊരു ജസ്റ്റ് ഒരു ടാലന്റ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റന്റ് ഫോമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫോം ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഇങ്ങനെയൊക്കെ ഫോമിലൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ, ഐഡിയലി പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം ഇന്റന്റ് അപ്ലൈ എന്താ പറയാ സമർപ്പിക്കേണ്ടത്. അതിന് കൃത്യമായ രൂപരേഖ ഉണ്ട്. ആ രൂപരേഖയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഇത് ആൾക്കാരെ വേണോട്ടോ എന്ന് പറഞ്ഞ് ഭാഗോണ്ട് അവിടെ ചെന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജറോട് പറഞ്ഞ കാര്യമില്ല. കൃത്യമായി ഇതുപോലെ ഈ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് സൈൻ ചെയ്യേണ്ടവർ അതിന് യഥാസ്ഥാനത്ത് സൈൻ ചെയ്ത് വേണം ഇത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാനായിട്ട് HR മാനേജർക്ക്. സോ അത് നോക്കിയിട്ട് അതിനകത്ത് പറഞ്ഞ ആൾക്കാർ വേണ്ടപ്പെട്ടവർ അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ടോ? വേണ്ടപ്പെട്ടവർ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞിട്ടാണോ ഇത് തന്നേക്കണേ എന്നൊക്കെ അറിയണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ സിഗ്നേച്ചറും മറ്റൊക്കെ വെരിഫൈ ചെയ്ത് നോക്കുന്നു, അതിന്റെ ജെനുവിനിറ്റി പരിശോധിക്കുന്നു, കൃത്യമായ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ തന്നെ കൊടുക്കുന്നത് പറയുന്നത്. അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അത്രയും കൂടി നമുക്ക് എടുക്കാം. ആ ഒരു ചെറിയ ഒരു വെറുതെ ഒന്ന് പറയുന്നുള്ളൂ, നമ്മളെ എക്സ്പ്ലനേഷൻസിലേക്ക് പോകുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞത് തന്നെ, കാരണം നിങ്ങൾക്ക് കുറെ പഠിക്കാനില്ല, ഞാൻ അത്രയും എടുക്കുന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഒന്നും പഠിക്കണോ അല്ല, നേരത്തെ പറഞ്ഞില്ല എന്നോട്, അതുകൊണ്ട് എനിക്ക് വിഷമം. ഹൗ ടു അക്വയർ എംപ്ലോയീസ്, എങ്ങനെയൊക്കെ നമുക്ക് ജോലിക്കാരെ കിട്ടാം, ലഭിക്കാം, പുതിയ എംപ്ലോയീസ് നമുക്ക് എങ്ങനെയൊക്കെ നേടിയെടുക്കാം. നമുക്കല്ല ഓർഗനൈസേഷനിലെ ഹോസ്പിറ്റൽ പോലെയുള്ള വലിയ ഓർഗനൈസേഷനിൽ എങ്ങനെയൊക്കെ ജോലിക്കാരെ കിട്ടാം. എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്, ഇതിനെ കുറിച്ച് എക്സ്പ്ലനേഷനോട് പറയുന്നത് കേട്ടോ. അതായത് ഈ എവിടെയെങ്കിലൊക്കെ ജോലി ഒഴിവുണ്ടെങ്കിൽ ഇന്ന് ഒത്തിരി അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കേട്ടോ, വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ സേവനം പ്രൊവൈഡ് ചെയ്യുന്നവര്. അപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലും നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇവരുടെ അടുത്ത് നമ്മളുടെ പേരും മറ്റു കാര്യങ്ങളും ക്വാളിഫിക്കേഷൻ ഒക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇയറിൽ എവിടെയെങ്കിലും ഒക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അവര് നോട്ടിഫൈ ചെയ്യും അല്ലെ, വേക്കൻസി ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെയുള്ള ബാങ്കുകൾ, അങ്ങനെയുള്ള എന്താ പറയാ ഡാറ്റ ബാങ്ക് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും വിഡ്രോ ചെയ്യുന്ന ബാങ്ക് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഡാറ്റ ബാങ്ക് ഉണ്ട്. ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അത്തരം ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അത്തരം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിൽ വേക്കൻസി ഫില്ല് ചെയ്യാൻ പറ്റിയ ആൾക്കാർ ആ ഇതിലുണ്ടോ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് അങ്ങനെ പോയി നോക്കി മനസ്സിലാക്കി അത് ഇത് വേണമെങ്കിൽ കളക്ട് ചെയ്യാം. ഇനി പേഴ്സണൽ റെഫറൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് സ്റ്റാഫ്, ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഇത്തരം ഓർഗനൈസേഷനിൽ അവിടെ തന്നെയുള്ള മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെയോ, ഇപ്പൊ നമ്മളൊക്കെ ഇവിടുത്തെ ഞങ്ങളുടെ ജോലിക്കാരാണ്, ഇവിടെ ഒരു ആളെ ഒരു വേക്കൻസി ഉണ്ട്, ഒരു ടീച്ചർ വേണം. അപ്പൊ നമ്മളോട് പറയാണ്, മാനേജ്മെന്റ് അറിയിക്കുകയാണ് നമുക്കൊരു ടീച്ചർ വേണമല്ലോ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ഒരു സ്റ്റാഫിന് വേണം, നമുക്ക് പരിചയമുള്ളവരെ നമ്മൾ പറയില്ലേ. അപ്പൊ ഇതിന്റെ ഓർഗനൈസേഷനിലെ മാനേജ്മെന്റോ സ്റ്റാഫോ അവർക്ക് വ്യക്തിപരമായിട്ട് ബന്ധമുള്ളവരെ അറിയിച്ചിട്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാം. പറ്റൂലേ? പറ്റോ ഇല്ലേ? ഇതൊക്കെ സിമ്പിൾ, ഇതൊക്കെ നിസ്സാരമാണ്. ഇനിയൊക്കെ കുറച്ച് സിമ്പിൾ ആയിട്ട് വരണം. ആ തുടക്കം ആ ഒരു വലിയ പാരഗ്രാഫ് കാണുമ്പോൾ നമ്മുടെ ഒരു പേടി മാത്രമേ ഉള്ളൂ കേട്ടാ, പിന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നോട്ടീസ് ബോർഡ് ഫോർ പബ്ലിക് ആൻഡ് പേഷ്യൻസ്. ഈ ഹോസ്പിറ്റൽസ് ആകുമ്പോൾ ഒരു നോട്ടീസ് ബോർഡ് ഒക്കെ വലുത് തൂക്കിയിട്ടുണ്ടായിരിക്കും, അവിടെയൊക്കെ വേണമെങ്കിൽ അവർക്ക് ഡിസ്പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഇന്ന് എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ വന്നു പോകുന്ന എന്തോരോ ആൾക്കാരെ വന്നു പോണ പേഷ്യൻസ് വരുന്നുണ്ട്, പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരുണ്ട്, അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നത്. അപ്പൊ ഇവരൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള നോട്ടീസ് ബോർഡൊക്കെ കാണുമ്പോൾ ഹോസ്പിറ്റൽസിലല്ലേ ഇച്ചിരി സമയമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ നമ്മൾ അതൊക്കെ ഒന്ന് വായിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മളത് അറിഞ്ഞിട്ട് വരുന്നു പോകുന്നവരൊക്കെ കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്നതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ ചാൻസസ് ഉള്ളതുകൊണ്ട് നോട്ടീസ് ബോർഡ് ഡിസ്പ്ലേ ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, റിക്രൂട്ട്മെന്റുകൾ നടത്താൻ സാധിക്കും. പിന്നെ ത്രൂ പ്രൊഫഷണൽ കൺസൾട്ടൻസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള കൺസൾട്ടൻസ് എന്ന് വെച്ചാൽ ഇതുപോലുള്ള കൺസൾട്ടിങ് ഏജൻസീസ് ഒക്കെ ഉണ്ട്, ജോബ് ഓഫർ കൊടുക്കുന്ന ആൾക്കാർ, അവരിലേക്ക് അറിയിക്കുക ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ ഇത്ര ആളുകളെ എംപ്ലോയീസ് ആയിട്ട് വേണം. അപ്പൊ അവര് വഴിയായിട്ട് അവര് ത്രൂ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ വാക്ക് ഇൻ കാൻഡിഡേറ്റ്സ്, ആളുകളിലേക്ക് ഓഫർ കൊടുക്കുന്ന മീഡിയാസിലൂടെയോ അതൊക്കെ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലൂടെ. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഇവിടെ വേറെ വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോ എന്താ പറയാ ചില ആൾക്കാരെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, നമ്മുടെ സ്കൂളുകളിൽ ടീച്ചേഴ്സ് ഇല്ലേ, ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ക്വാളിഫൈഡ് ആണ്, നമ്മുടെ നെയ്ബേഴ്സിനെ പോയി അവിടെ ആരെയും വഴിയായിട്ടൊന്നും നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിയതല്ല, അവിടെ വേക്കൻസി ഒന്നും കിട്ടിയില്ല. പക്ഷെ നമ്മളിപ്പോ ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് അല്ലെങ്കിൽ എന്താ പറയാ BEd അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ നേടിയ ഒരാളാണ്.
ഫ്രഷ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിങ്ങനെ ഫ്രഷ് ആയിട്ട് ടീച്ചർ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ വെച്ച് മേടിച്ചിരിക്കുന്നതെന്ന് ആരും അറിയില്ലല്ലോ. ഞാൻ കുറച്ച് സ്കൂളുകളിൽ കൊണ്ടുപോയി എന്റെ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കാണ് അല്ലെ, നമ്മുടെ എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, ഫ്രഷ് ആണല്ലോ. അപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷനും അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ റെസ്യൂമെ ഒക്കെ വെച്ചിട്ട് നമ്മൾ അത് അവിടെ കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവിടെ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ നമ്മളൊരു വർക്കിംഗ് കാൻഡിഡേറ്റ് ആയിട്ട് ഓൾറെഡി അപ്ലൈ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതിൽ നിന്ന് വേണമെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്താം. നേരത്തെ കിട്ടിയേക്കണം അങ്ങനത്തെ വർക്കിംഗ് കാൻഡിഡേറ്റ്സിന്റെ അത്തരം ആപ്ലിക്കേഷൻസ് ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് പറ്റിയവരാണോ, ഈ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ ആളുടെ ക്വാളിഫിക്കേഷൻ മതിയാകോ എന്നൊക്കെ നോക്കിയിട്ടും എന്ത് ചെയ്യാം, അത്തരം വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് പറയുക, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലൂടെ ആളുകളെ അറിയിച്ച്, ടിവിയുണ്ട്, ഇന്ന് ഒത്തിരി സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിലൂടെ ആളുകളെ അറിയിച്ചിട്ട് വേക്കൻസീസ് ഫില്ല് ചെയ്യാം. ഓൺലൈൻ ജോബ് സൈറ്റുകൾ ഉണ്ടെന്ന്, സൈറ്റ് എന്താ പറയാ, ജോബ് ഓഫർ ചെയ്യുന്ന ഒരുപാട് ഓൺലൈൻ സൈറ്റുകളുണ്ട്. അവരിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു പരസ്യം അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ ഇന്ന ഹോസ്പിറ്റൽസിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസീസ് ഉണ്ടെന്ന് ഓൺലൈൻ ജോബ് സൈറ്റുകളിലൂടെ ഇൻഫോം ചെയ്തിട്ടും റിക്രൂട്ട്മെന്റ് നടത്താം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അഡ്വർടൈസ്മെന്റ് പേപ്പറിലൂടെയോ മറ്റേതെങ്കിലും പരസ്യങ്ങളിലൂടെ. വേറെയും പരസ്യത്തിന് മാർഗമില്ലാതെ അല്ലെ, ഇന്ന് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് മീഡിയാസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പരസ്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, ഹോസ്പിറ്റൽസിലുണ്ടേ ഇവിടെ പറയുന്നുണ്ട്, അതിന്റെ ബാക്കി ഭാഗത്ത് എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്. ഹോസ്പിറ്റൽസിൽ പല ടിവിസും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അതിന്റെ അടിയിൽ കൂടി അവരുടേതായ ആ ഹോസ്പിറ്റലിലെ വേക്കൻസി ഒക്കെ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തൊക്കെ നമ്മൾ കണ്ടല്ലേ, ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ പല കാര്യങ്ങളും ന്യൂസ് പോലെയൊക്കെ, അല്ലെങ്കിൽ ന്യൂസ് അല്ലാതെ തന്നെ പല പരസ്യങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത്. അതുപോലെ ഒരു പരസ്യം പോലെ അവിടെ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന പോലെ കാണിക്കാം, അതൊരു പരസ്യമാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് പുതിയ എംപ്ലോയീസിനെ അക്വയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പല ഓർഗനൈസേഷൻസിലുണ്ട്. നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഹോസ്പിറ്റലിന്റെ കാര്യം എടുത്ത് പറയുന്നത് മാത്രം. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ വേരിയസ് വേസ് that we can acquire new employees to different departments in the hospital. ഹോസ്പിറ്റൽസ് പോലെയുള്ള വലിയൊരു ഓർഗനൈസേഷനിൽ ജോലിക്കാരെ കിട്ടാൻ മാധ്യമങ്ങൾക്കും കുറവില്ല, അല്ലെങ്കിൽ ആളുകൾ അത് അറിയാനും യാതൊരു രീതിയിലും എന്താ പറയാ, ആളുകൾ അറിയാതെയും പോകുന്നില്ല, ആളുകളിലേക്ക് എത്തും. അതിന് ഇന്ന് ഒത്തിരി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പൊ ആ വേക്കൻസീസ് ഒക്കെ എത്രയും പെട്ടെന്ന് വലിയ ലാഗില്ലാതെ ഫില്ല് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഇത്ര എന്താ പറയാ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാ ജോലി ഇല്ലാതെ പുറത്ത് നടക്കുന്നത് അല്ലെ. നമ്മൾ പുറം ചില രാജ്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കും, കുട്ടികളൊക്കെ 10-15 വയസ്സായി കഴിയുമ്പോൾ തന്നെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട് ഇല്ലേ. നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിലാണ് കൂടുതലും ആളുകൾ എന്താ പറയാ 28ഉം 29ഉം ഒക്കെ വയസ്സായിട്ടും പാരന്റ്സിനെ അവരുടെ എന്താ പറയാ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കാര്യം എന്താ, ഇന്ത്യയിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ലെവലിൽ നമ്മൾ ഭയങ്കര മുൻപന്തിയിലാണ് അല്ലെ. അപ്പൊ നമുക്ക് ക്വാളിഫൈഡ് ആണ്, നമുക്ക് ക്വാളിഫിക്കേഷൻസ് ഒത്തിരി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഡിഗ്നിറ്റിക്ക് ചേരുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കോഴ്സിൽ നിന്ന് അതിന്റെ ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്യാൻ മാത്രം നമ്മൾ താല്പര്യം കാണിക്കുള്ളൂ. അതാണ് പ്രശ്നം. എന്ത് ജോലിയും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി, തുച്ഛമാണെങ്കിലും ചെറുതാണെങ്കിലും എന്താ പറയാ അണ്ണാങ്ങുന്നതിനും എന്താ പറയാ തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ചെറുതാണെങ്കിലും അത് നമ്മൾ അങ്ങനെയല്ലേ. ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇപ്പൊ സ്കൂളുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആപ്ലിക്കേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട് ഇങ്ങനെ ക്വാളിഫൈഡ് ആയിട്ട്. അപ്പൊ തന്നെ അവർക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഹോസ്പിറ്റൽസിൽ ചെന്നാലും 2 ഇയർ എക്സ്പീരിയൻസ് വേണമെന്ന്. എക്സ്പീരിയൻസ് എവിടെ നിന്ന് കിട്ടണേ, നമ്മളെവിടെയെങ്കിലും ജോലി ചെയ്താലല്ലേ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ സാലറിയുടെ ആ ഒരു അക്കങ്ങൾ നോക്കും, എണ്ണി നോക്കും, ഡിജിറ്റ് അല്ലെ. 5 അക്ക ശമ്പളം ഉണ്ടോ എന്നാ കയറാം അല്ലെ. 4 ഒന്നും പറ്റില്ല. സോ എന്ത് ചെയ്യും, വീട്ടിലിരിക്കും. അപ്പൊ വീട്ടിലിരിക്കുമ്പോ എന്ത് പറ്റും, എവിടത്തെ എക്സ്പീരിയൻസ്, വീട്ടിൽ നിന്ന് ആരെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ട് വരുമോ, ഇല്ല. അപ്പൊ ചെറുതാണെങ്കിലും അല്ലെ, ചെറുതാണെങ്കിലും വരുമാനമൊക്കെ വളരെ ചെറുതായിക്കോട്ടെ, നമ്മൾ പഠിച്ചത് തന്നെ കിട്ടുന്നത് വരെ നമ്മൾ ജോലിക്ക് വേണ്ടി ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നാനില്ല വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമുണ്ടെന്ന്. നമ്മൾ എന്താണോ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പൊ ഏതെങ്കിലും ഓർഗനൈസേഷൻ വർക്ക് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചതിൽ നിന്നും അപ്പുറം വളരെ നല്ല രീതിയിൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് മറ്റേതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റും. അറിയാൻ പാടില്ല എന്നിട്ടാ, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ചിന്തിച്ചു നോക്കുക. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ആ ഒരു മേഖല അവർക്ക് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. വി ക്യാൻ ഓൾസോ പെർഫോം എഫിഷ്യന്റ്ലി. നമുക്കും ചിലപ്പോ ആ മേഖലയൊക്കെ ചിലപ്പോൾ കൈകടത്തിയാല് നമ്മളെ കൂടെ അതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരുപാട് ഇതുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതന്നെ ബിക്കോസ് ഓഫ് ഓവർ ക്വാളിഫൈഡ് ആയതുകൊണ്ടാണ് ലോ പ്രൊഫൈൽ കണ്ട കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ ജോലിയല്ലാട്ടെ ഇവിടെ. അതെ, അങ്ങനെയും പറയാറുണ്ട്. അവിടെ ആരാ പറഞ്ഞത്, പേര് ഞാൻ നോട്ട് ചെയ്തില്ല, ബട്ട് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതായത് എനിക്ക് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അയ്യോ നിങ്ങൾക്ക് പറ്റിയ ജോലി ഇവിടെ ഇല്ലല്ലോ,
അതുകൊണ്ട് എന്ത് ചെയ്യും, അങ്ങനെയും എന്താ പറയാ നമുക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി എനിക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുന്നത് വരെ ഞാൻ വില്ലിങ് ആണെങ്കിൽ വി ഹാവ് ടു ബി, നമുക്ക് എന്തുണ്ടായിരിക്കണം, നമ്മൾ വി ഹാവ് ടു ബി റെഡി ഫോർ എനി ജോബ്. എന്ത് ജോലി ചെയ്യാനും നമ്മൾ റെഡി ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾക്ക് ആത്മവിശ്വാസം പകരുന്ന രീതിയിലുള്ള, കാരണം എന്താ, നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ എത്ര കാലം നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? ഇന്നത്തെ ലോകം അങ്ങനെയാണ്, അല്ലെ? എല്ലാവരോടും കുട്ടികളായിക്കോട്ടെ വലുതായി വരുമ്പോ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻ ഇതാണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അവരവർക്ക് അവരവരുടേതായ സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം, അല്ലെ? പ്രാക്ടിക്കലായി ചെയ്യണം. ഈ പുസ്തകക്കെട്ടുകളിൽ നിന്ന് പഠിച്ചത് മുഴുവൻ നമ്മൾ തലയ്ക്കകത്ത് ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് എപ്പോഴാണ് ഇതിനെടുത്ത് ഉപയോഗിക്കേണ്ടി വരാമോ? 1ാം ക്ലാസ് മുതൽ 10ഉം 12ഉം ഡിഗ്രിയും PG ഒക്കെ നമ്മൾ പഠിക്കുന്നത്, ഇതൊക്കെ എവിടെയാണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്? ഇതൊക്കെ പഠിച്ചു കൂട്ടി വെച്ചിരുന്നില്ല, അല്ലെ? ഇത് എവിടെ നമ്മൾ കൊണ്ടുപോയി അതങ്ങോട്ട് താഴേക്ക് വിടും, അല്ലെങ്കിൽ അത് എങ്ങനെ പുറത്തേക്ക് വിടും എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഏത് മേഖലയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ വളരെ പെർഫെക്റ്റ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടേതായ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെ നമുക്ക് കൂടുതൽ നമുക്ക് മുകളിലേക്ക് ഉയരാനും സാധിക്കുന്നതാണ്. അല്ലാതെ അതിനും കൂടി നമ്മൾ പഠിക്കണം. ഇവിടെ ഈ രീതിയിലാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്, അവിടെ നിന്ന് ഞാൻ മുകളിലേക്ക് ഉയരാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് പരിശ്രമിക്കുകയാണ്. അപ്പൊ അത് എല്ലാവർക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എംപ്ലോയീസിന്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഒരു എന്താ പറയാ, ഈ റിസോഴ്സ് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് കേൾക്കാനും പറയാനും ഒക്കെ ഉണ്ട്, അല്ലെ? നമുക്ക് ഞാൻ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് എടുക്കുന്നത്. നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സസ് കാണും. എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ എന്തോരം പണിയാ ചെയ്യുന്നത് നമ്മള്. അപ്പൊ അവിടുത്തെ വർക്കൊക്കെ ചെയ്യുന്നവരാരാ? നമ്മളാണ്. നമ്മൾ ഒരു കഞ്ഞി വെച്ചു, അല്ലെ? കഞ്ഞിയല്ല, കഞ്ഞി വെച്ചാൽ നമുക്കറിയാം അതിനത്ര ഇതല്ല. എന്നാൽ സമയം ചില കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ അത് ടേസ്റ്റി ആണെങ്കിൽ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് രസമാണ് അത് കഴിക്കാനൊക്കെ എന്ന് പറയും, അല്ലെ? വീടൊക്കെ നല്ല അടുക്കളിച്ചിട്ടൊക്കെ മാനേജ് ചെയ്യോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഇന്ന് എന്നൊക്കെ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു മോട്ടിവേഷൻ ആണ്. ആ ഒരു അപ്രീസിയേഷൻ, ഒരു വാക്ക്, അല്ലെ? ആ ഒരു ചെറിയ ഒരു വേർഡ് ആണെങ്കിലും അത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ മോട്ടിവേറ്റഡ് ആയി അതല്ലേ ആ പെർഫോമൻസിനെ അപ്രൈസ് ചെയ്യണം. അതൊരു വീടുകളിൽ അങ്ങനെ തുടങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റു ഓർഗനൈസേഷൻസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സൗകര്യം അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കതൊരു എക്സ്പീരിയൻസ് ആണ്. പോകെ നമുക്ക് എവിടെയെങ്കിലൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? അത് നേടിയെടുക്കുന്നത് വരെ നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു ലൈഫല്ലേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ പിന്നെ എന്തിനാ ഇനി കാത്തു വെച്ചിരിക്കുന്നത്? നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രവർത്തിക്കുക, ചിന്തിക്കുക. ഓക്കെ, നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമുക്ക് തന്നെയാണ് ഉത്തരവാദിത്തമുള്ളത്, മറ്റുള്ളവർക്കല്ല. സോ അതൊക്കെ നമ്മൾ അറിയണം. കുട്ടികളും അത് ഇനി മനസ്സിലാക്കി വളരണം. പക്ഷെ കുട്ടികൾക്ക് അങ്ങനെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊന്നും സാധ്യതകളില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവർ ചോദിക്കുന്നത് അപ്പോൾ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ നമ്മളിങ്ങനെ പാരന്റ്സ് റെഡിയാകും. സോ അവർക്ക് അറിയില്ല എന്താണ് ഇല്ലായ്മ, അല്ലെ? അതറിയില്ല അവർക്ക് എന്താണ് ഇല്ല എന്ന് നമ്മൾ പറയാറില്ല. ബിക്കോസ് അവർക്ക് എന്തും സാധിച്ചു കൊടുക്കാനാണ് നമ്മള് താല്പര്യം കാണിക്കും. ഇപ്പൊ നമുക്കില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അവരെ അത് അറിയിക്കില്ല. ഇല്ലായ്മ അറിയിക്കാതെ വളർത്തിയെന്നൊക്കെ അത് തെറ്റാണ്, അത് പാടില്ല. ഇല്ലായ്മ അവരറിയട്ടെ, ഇങ്ങനെയും സാധ്യതകളുണ്ട്, നമ്മൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ്, അല്ലെ? അപ്പൊ അതൊക്കെ അവരെ അറിഞ്ഞു കൊള്ളണം. നമ്മളും അതുപോലെ തന്നെ. ഇപ്പൊ ഞാൻ പഠിച്ചു, ഇത്രയൊക്കെ പഠിച്ചു. സോ എന്താണ് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ, അല്ലെ? എന്തുകൊണ്ട് ഒരു ഗവൺമെന്റ് ജോബ് കിട്ടിയില്ല? പക്ഷെ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ജോബ്. എനിക്ക് ഈ ഒരു ജോലിയോട് പഠിപ്പിക്കുക, എന്ത് പഠിപ്പിക്കാനും നമുക്ക് റെഡിയാണ്. പക്ഷെ അതിനോടൊരു എന്താ പറയാ ഒരു പാഷൻ എന്നോ അല്ലെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. എനിക്ക് അറിയാവുന്ന രീതിയിൽ അത് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്തം എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഇത്ര പഠിച്ചിട്ട് ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയില്ലേ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്ത് ഞാൻ ചെയ്യുന്ന ഒരു ജോലി ഇതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ എല്ലാവരും അങ്ങനെ തന്നെയൊക്കെ ആവണം എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു വന്ന ഹ്യൂമൻ റിസോഴ്സുമായിട്ട് പറയുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. കൂടുതൽ ക്ലാസ്സിൽ നീട്ടി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വെച്ച് നിർത്തിയത്.
നമ്മൾ ഇന്ന് വെറും 2 പേജ് എന്ന് പറയാം. കാരണം വെച്ചാൽ ഒരെണ്ണത്തിലൊരു ഫോർമാറ്റ് അല്ലേ, ഒരു ടാലന്റ് അക്വിസിഷന്റെ ഇന്റന്റ് ആണല്ലോ, അത് ഫുൾ അതായിരുന്നു. അതുകൊണ്ട് ഒരു 2 പേജിലേ പറയാൻ പറ്റുള്ളൂ. 2 പേജ് ഞാൻ എടുത്തിട്ടുള്ളൂ. 2-3 പ്രാവശ്യം വായിക്കുക. മോക്ക് ടെസ്റ്റിൽ നല്ല കൃത്യമായിട്ട് അത് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ആ ചോദ്യത്തിന്റെ സെന്റൻസ് എവിടെയെന്ന് നോക്കിയിട്ട് ഉത്തരം കണ്ടെത്താൻ നിൽക്കരുത്. ഞാൻ എന്റെ പണ്ടത്തെ ക്ലാസ് തുടങ്ങി ഞാൻ പറയുന്നത് നിങ്ങളോട്, ചോദ്യം വായിച്ചു നോക്കി ഉത്തരം കണ്ടെത്താതെ വായിച്ചതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ട് അത് ആലോചിച്ച് നോക്കി ഉത്തരം അവിടെ തന്നെ ഇതായിട്ട് ടിക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ അല്ലേ എല്ലാവരും? കുറച്ചേരൊക്കെ പഠിക്കണം കേട്ടോ. പരീക്ഷ എഴുതുന്ന ആളുകള് അത് പഠിക്കുകയും ചെയ്യുക, ഇതൊന്ന് വായിച്ചു നോക്കുകയും ചെയ്യുക. 2 കൂടി ഞങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറയരുത്. ഓക്കെ ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം ബൈ.